നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ കഴിഞ്ഞു. തിങ്കളാഴ്ചയാണ് ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നത്. രണ്ട് മുന്നണികളും കണക്ക് കൂട്ടലും കണക്കിഴിക്കലുമാണ്. രണ്ട് മുന്നണി മാത്രമല്ല, BJPയും കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ BJPക്ക് എന്തായാലും പറയാൻ ജയിക്കാൻ പോകുന്നില്ല എന്ന്. പിന്നെ കണക്ക് കൂട്ടുന്നത് മുൻ MLA PV അൻവറാണ്. PV അൻവറും കണക്ക് കൂട്ടുന്നുണ്ട്. ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളാലെ അറിയാം അൻവറും ജയിക്കാൻ പോകുന്നില്ലെന്ന്. ജയിക്കാൻ പോകുന്ന രണ്ട് പേരിൽ ഒരാളായിരിക്കും. അത് ഒന്ന് M സ്വരാജ് ആയിരിക്കും, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ഫലം എന്തായാലും നിലമ്പൂരിൽ വരാൻ പോകുന്നില്ല. നിലമ്പൂരിലെ ഈ ഫലം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അന്ന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച്, ആ നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഫലത്തെക്കുറിച്ച്, നിലമ്പൂരിൽ M സ്വരാജിന് വ്യക്തമായ മുൻതൂക്കം നൽകുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. കുറിപ്പെഴുതിയ ആൾ സാലിദ് KS ആണ്. സാലിദ് KSനെ പ്രേക്ഷകർക്ക് ചിലക്കെങ്കിലും അറിയായിരിക്കും. സാലിദാണ് PV അൻവർ LDFൻ്റെ MLA ആയിരുന്ന സമയത്ത് PV അൻവറിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന, സോഷ്യൽ മീഡിയ പേജുകൾ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു സാലിദ്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഇടങ്ങളിലെ മുഖമായിട്ട് PV അൻവറിനെ മാറ്റിയ വ്യക്തിയാണ് ആ പേജ് അഡ്മിനായിട്ടുള്ള സാലിദ് KS. ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ കടന്നലുകളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ കടന്നലുകളുടെ രാജാവാക്കി PV അൻവറിനെ മാറ്റിയത് സാലിദാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരുമായിട്ടും നിലമ്പൂരിലെ രാഷ്ട്രീയവുമായിട്ടും ചേർന്ന് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സാലിദ് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനെക്കുറിച്ച്, നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ചതിന് ശേഷമുള്ള ഇലക്ഷനെക്കുറിച്ച് സാലിദ് പറയുന്നതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കെന്തായാലും സാലിദിൻ്റെ ആ കുറിപ്പിലേക്കൊന്ന് പോവാം. അത് സാലിദ് പറയുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയം മാത്രമല്ല, ഒരു ഇലക്ഷൻ പ്രക്രിയയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ചെറുതും വലുതുമായ നിരവധി പോസിറ്റീവ് ഘടകങ്ങൾ കൂടി ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തെ സ്വാധീനിക്കും. നിലമ്പൂർ മണ്ഡലത്തിൽ മതരാഷ്ട്രീയത്തിന് കാര്യമായ സ്വാധീനമല്ല. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരുന്ന മുസ്ലിം ഹിന്ദു ജനസംഖ്യയും ബാക്കിയുള്ളത് ക്രിസ്തീയ മതവിശ്വാസികളുമാണ്. SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ലീഗിനും BJPക്കും ഒരു പരിധിക്കപ്പുറമുള്ള വളർച്ച ഇവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കാരണമായി തോന്നിയിട്ടുള്ളത് നിലമ്പൂരിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പണ്ട് മുതൽ ഇടം പിടിച്ച മതേതര സ്വഭാവമാണ്. ഇലക്ഷൻ സിനാരിയോ കണക്കിലെടുക്കുമ്പോൾ M സ്വരാജ് വ്യക്തമായ എഡ്ജ് നേടിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ചിലത് പറയാം. ഒന്ന്, M സ്വരാജിൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം. ഗ്രാൻഡ് എൻട്രി എന്ന് പറയാവുന്ന സ്ഥാനാർത്ഥിത്വമായിരുന്നു സഖാവ് M സ്വരാജിൻ്റേത്. ചൊറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ M സ്വരാജിന് മണ്ഡലത്തിൽ നല്ല റീച്ച് ഉണ്ടാക്കി കൊടുത്തു. ആ മൊമെൻറ്റം അവസാനം വരെ നിലനിർത്താൻ M സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. 2, M സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലെമ്പാടും സ്വീകാര്യനായി മാറാൻ M സ്വരാജിന് നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു എന്നത് ചെറിയ നേട്ടമല്ല. 1-2 ദിവസം കൊണ്ട് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കിടയിലും സുപരിചിതനായി സ്വരാജ് മാറി. മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തിപരമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട്. കൂടാതെ വിശാലമായ മതനിരപേക്ഷ കാഴ്ചപ്പാടും അഗാധമായ അറിവും അത് വാക്കുകളിൽ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവും സ്വരാജിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. 3, പാർട്ടി സംഘടനാ മെഷീനറിയുടെ പ്രവർത്തനം. പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരനായ ഒരാൾ മത്സരിക്കാൻ വരുന്നു എന്നത് ഇടതണികളെ ആവശ്യത്തിലാഴ്ത്തിയിട്ടുണ്ട്. സജീവമാകാത്ത അണികൾ പോലും ഇത്തവണ ഗ്രൗണ്ട് ലെവലിൽ ലൈവായി. ഇലക്ഷൻ പ്രഖ്യാപിക്കും മുൻപ് തന്നെ പാർട്ടിയുടെ ചുമതലക്കാരനായ സഖാവ് M സ്വരാജ് മണ്ഡലത്തിലെത്തിയത് പാർട്ടിയുടെ കേഡർ സംവിധാനത്തെ നന്നായി ഉണർത്തി. അത് രാഷ്ട്രീയപരമായി ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട്. എതിരാളികൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള സംഘടനാശേഷി നിലമ്പൂരിൽ ഇത്തവണ LDF ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററുകൾ തിരിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളും ജനപ്രതിനിധികളും കൃത്യമായി ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവർ എന്തൊക്കെ ഇലക്ഷൻ തന്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നോ എങ്ങനെയൊക്കെ ആ തീരുമാനം നടപ്പിലാക്കിയെന്നോ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം എണ്ണയിട്ട യന്ത്രം പോലെ CPIM സംഘടനാ സംവിധാനവും LDFും നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 4, യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കടന്നു കയറാൻ കഴിഞ്ഞത്. ഏതാണ്ട് 30% വോട്ട് ഷെയർ യുവജന വിദ്യാർത്ഥി സമൂഹത്തിന് നിലമ്പൂരിലുണ്ട്. M സ്വരാജിൻ്റെ ഉറച്ച മതേതര നിലപാടുകളും രാഷ്ട്രീയ വ്യക്തതയും ഉയർന്ന ചിന്താഗതിയും തീർച്ചയായും ഈ വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. UDF ആണെങ്കിലും വോട്ട് സ്വരാജിന് ചെയ്യുമെന്ന് പെൺകുട്ടികൾ പോലും പരസ്യമായി പ്രഖ്യാപിച്ചത് ചെറിയ സൂചനയല്ല. ഈ വിഭാഗത്തിൻ്റെ വ്യക്തമായ പിന്തുണ M സ്വരാജിനുണ്ട്. ഇക്കാര്യത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ പോലും പലരും കണക്കിലെടുക്കുന്നില്ല. 5, സർക്കാരിൻ്റെ വികസന പദ്ധതികൾ. നിലമ്പൂരിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ 2 സർക്കാരുകൾ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണാനുണ്ട്. മാനവദൻ സ്കൂള്, മറ്റു പൊതുവിദ്യാലയങ്ങളുടെ വികസനം, പാലങ്ങൾ, മലയോര ഹൈവേ, മരുത റോഡ്, കരുളായ റോഡ് എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നിരവധി വികസന പദ്ധതികൾ നിലമ്പൂരിലെ ജനങ്ങളുടെ കൺമുന്നിലുണ്ട്.
അവകാശവാദങ്ങൾ ഏറ്റെടുക്കാൻ മുൻ MLA ശ്രമിച്ചെങ്കിലും ആത്യന്തികമായി ഇതൊക്കെ ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ M. സ്വരാജിനാണ്. ഈ ഘടകങ്ങളൊക്കെ M. സ്വരാജിനെ വിജയത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. സുപ്രധാനമായിട്ട് 5 പോയിന്റ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. M. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ മാറ്റമാണ് നിലമ്പൂരിലുണ്ടാക്കിയത്. അതുവരെ ആരുടെ ഷൗക്കത്ത് ഈസി വാക്ക് ഓവർ, ഷൗക്കത്തിന് ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞവർ പോലും പിന്നെ അവിടുന്ന് മാറി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം അതിനെക്കുറിച്ച് കാര്യമായ ഒരു അനാലിസിസ് നടത്താൻ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതുവരെ മുതിരുന്നില്ല. അവർക്കും ഷൗക്കത്ത് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ മാറിയിട്ടുള്ളത്. എന്തൊക്കെയായാലും LDFനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു പോരാട്ടം അവിടെ കാഴ്ചവെച്ചു എന്ന കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ട് തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ഇവിടെ സാലിദ് വ്യക്തമാക്കുന്നത്. സാലിദിൻ്റെ ഈ പോയിന്റുകൾ ഇവിടെ ചർച്ചാ വിഷയമാകുന്ന ഒരു സുപ്രധാനമായ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. അത് സാലിദ് മുൻപ് PV അൻവറിൻ്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്തിരുന്നു എന്ന കാര്യം കൊണ്ടാണ്. PV അൻവറിനെ നിലമ്പൂരിന് പുറത്തേക്ക് വളർത്തിയത് സാലിദിൻ്റെ വാക്കുകളായിരുന്നു, സാലിദിൻ്റെ ഇടപെടലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സാലിദിൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ വാക്കുകൾക്ക് വ്യക്തമായ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയായാലും ഇതിനെല്ലാത്തിനുള്ള ഉത്തരം 23-ാം തീയതി രാവിലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും.